ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ ധന്യമായ തിരുനാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകമായ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം പ്രകാരം പറയുന്നു, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അത് വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, ഇളം കൊമ്പുകൾ വിടരാതിരിക്കുകയില്ല. വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുക കൊണ്ട് ഹല്ലേലൂയ അത് വീണ്ടും ഇളം തൈ പോലെ പൊട്ടിക്കിളിർക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലൂടെ നമ്മളോട് സംസാരിക്കുക. ദൈവം നമ്മളോട് സംസാരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇയ്യോബ് കടന്നുപോയ പ്രതിസന്ധിയും പ്രതികൂലങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ദൈവജനത്തിനെല്ലാം അറിയാം. ഇയ്യോബ് ഏതെല്ലാം മേഖലയിലൂടെയൊക്കെ കടന്നു പോയി പുറത്തു വന്നൊരു ദൈവപുരുഷന്, അല്ലേ, ഒരു നീതിമാനായ മനുഷ്യൻ. കർത്താവിനെ സേവിച്ചിട്ട് സകലതും നഷ്ടപ്പെട്ട് ഒരു ഒറ്റ നിമിഷം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ പ്രത്യാശ കണ്ടോ? ആ മനുഷ്യൻ പറയുക, ഒരു വൃക്ഷത്തിന് എന്തുമാത്രം പ്രത്യാശയുണ്ട്, അത് വെട്ടിയാലും പൊട്ടിക്കിളിർക്കും, എന്നാൽ ഞാനും കിളിർത്തിരിക്കും, എൻ്റെ ജീവിതത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. എന്നെ എത്രത്തോളം വെട്ടിയാലും ഞാൻ കിളിർത്തുകൊണ്ട് തന്നെ ഇരിക്കും, ഞാൻ ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും. കാരണം എന്നെ ഹല്ലേലൂയ നടത്തുന്നത്, അല്ലെങ്കിൽ എന്നെ നനയ്ക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവെന്ന നദി എന്നിൽ ഒഴുകുന്നിടത്തോളം കാലം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേലുള്ളിടത്തോളം കാലം ഞാൻ പൊട്ടിക്കിളിർത്തുകൊണ്ടേയിരിക്കും. എന്നെ വെട്ടുന്നവരൊക്കെ വെട്ടിക്കോട്ടെ, അവർക്ക് വെട്ടാവുന്ന എത്രയും അവർ വെട്ടിക്കോട്ടെ, എന്നാലും ഹല്ലേലൂയ ഞാൻ പ്രത്യാശ വയ്ക്കുന്ന എൻ്റെ ദൈവം, ഒരു വൃക്ഷത്തിന് അത്രയും പ്രത്യാശയുണ്ടെങ്കിൽ അഖിലാണ്ടത്തെയും ചമച്ച സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് ഹല്ലേലൂയ എത്ര അധികം സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ ഒരു പ്രത്യാശയോടെ ഇരിക്കാമെങ്കിൽ നമ്മൾ പൊട്ടിക്കിളിർക്കുക തന്നെ ചെയ്യും. തകർന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഉടഞ്ഞു പോകുമ്പോൾ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. കർത്താവിനെ ധ്യാനിച്ച് മുമ്പോട്ട് പോയിക്കൊള്ളുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുന്നു, എത്രത്തോളം നിന്നെ വെട്ടിയാലും, നിന്നെ ഹല്ലേലൂയ വേണ്ടെന്ന് വെച്ച് മൂടോടെ നിന്നെ വെട്ടിക്കളഞ്ഞാലും നീ പൊട്ടിക്കിളിർക്കുക തന്നെ ചെയ്തിരിക്കും. കാരണം നിൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം അനേകർക്ക് നീ വെളിച്ചമായി മാറേണ്ടവനാണ്, വെളിച്ചമായി മാറേണ്ടവളാ. ഹല്ലേലൂയ. സഹോദര സഹോദരി, കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയും, ദൈവം ആരെയും, ഒരു മനുഷ്യനെ പോലും പ്രയോജനമില്ലാതെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ അയച്ചിട്ടില്ല. ഷണ്ണൻ പോലും ഞാൻ കൊള്ളത്തില്ല എന്ന് പറയരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മളെല്ലാവരും കർത്താവിന് പ്രിയപ്പെട്ടവരാ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നിന്നെ വെട്ടിയെടുത്ത് തന്നെ നീ പൊട്ടിക്കിളിർത്ത് വടവൃക്ഷമായി അനേകർക്ക് തണൽ കൊടുക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ മഹത്വം നിന്നിലേക്ക് ഇറങ്ങി വരും. നീ പ്രത്യാശയോടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ദൈവമഹത്വം നിന്നെ തേടി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ചതഞ്ഞ ഓട് അവൻ ഒടിക്കത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുന്ന ദൈവമല്ല, മനസ്സിലുള്ള മഹാകരുണയുള്ള ദൈവമാണ്. അവൻ നമ്മളെ വീണ്ടും ഔദാര്യമായി സ്നേഹിക്കും. ഇസ്രായേലിനെ അവൻ മഞ്ഞുപോലെ ഇരിക്കും. ആമേൻ.